ആഗ്രഹമുണ്ട്. ഉസ്താദിന് ഒരു സ്ത്രീയെ കണ്ടാൽ ഒന്ന് ചുംബിക്കണം എന്ന ആഗ്രഹമുണ്ട്. നടക്കാതെ പോകുന്നത് പടച്ചോൻ കാണുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ സ്വയം ഭോഗങ്ങൾ ഇല്ലാതിരിക്കുന്നത്? അപ്പൊ ഇവരുടെ ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒന്നും ഇന്നും ഇന്നലെയും അവർ തുടങ്ങിയതല്ല. നമ്മൾ ഇങ്ങനെ വിമർശിച്ചാലോ പബ്ലിക്കിൽ ഇതൊക്കെ പറഞ്ഞാലോ ഉടനെ ഇത് നാളെയോ മറ്റന്നാളിലോ ഇല്ലാതാകും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അൽ ബുഖാരി ഹായ്, എന്താ വരാത്തെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പം നമുക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷകളില്ല. ഇവര് ഏതവസരം കിട്ടിയാലും മരിച്ചിന് കമ്പിനകത്ത് തുണി ചുറ്റിയിരിക്കുന്ന രൂപമാണെങ്കിലും ശരി ഇവരത് ചെയ്യും. കാരണം ഇവരെ പഠിപ്പിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും ശരി ഒന്ന് കൺട്രോൾ ഇട്ടേക്കണം. ഇനിയിപ്പോ ഉമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും മകളാണെങ്കിലും ഉമ്മുമ്മ ആണെങ്കിലും ഒക്കെ നമുക്ക് അവരെ കണ്ടിട്ടൊന്ന് കയറി പിടിക്കണം എന്ന് തോന്നിയാൽ ഒരു ഇച്ചിരി കൺട്രോൾ ഒന്നിട്ടാൽ പരലോകത്തിതെല്ലാം അള്ളാഹു നമുക്ക് നൽകും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ കൺട്രോൾ ഇട്ടാൽ വ്യഭിചരിക്കാനുള്ള സൗകര്യം വേണോ? അതല്ല മതില് ചാടാനുള്ള സൗകര്യം വേണോ? എല്ലാ സൗകര്യങ്ങളും അള്ളാഹു പരലോകത്ത് നൽകും. എന്നാ നോക്കിക്കോ. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവ്യവസ്ഥയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എന്ന് വിവാഹം കഴിക്കാം. വലൗലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്. അറബിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇതൊക്കെ ഇവരുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാ. റിയാസെ, എന്റെ മുഖം ശൈത്താനെ പോലെ ആയിക്കോട്ടെടാ, നീ അതിന് ശൈത്താനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിന്റെ പടച്ചോനെക്കാട്ടിൽ എത്രയോ നല്ലവനാടാ ശൈത്താൻ. അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാർ, ഈ ലോകത്ത് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പരലോകത്തിൽ അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ കെട്ടിച്ചു തരുമെന്ന്. ഈ മതം കാരുണ്യത്തിന്റെ മതമല്ലേ? മാനവികതയുടെ മതമല്ലേ? അല്ലേ? അതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകൾ, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. ഇങ്ങനെ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഭോഗവസ്തു. അതിനും ഉമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, മകളാകട്ടെ, ഉമ്മുമ്മ ആകട്ടെ, ഇതൊന്നും ഇവരുടെ വിഷയമേ അല്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും ശരി, ഇതൊരു ഉസ്താദ് പറയുന്നതല്ലേ? ഉസ്താദിന്റെ വാക്കുകളാണിത്. ഇതാരും നമ്മളാരും പറഞ്ഞതൊന്നുമല്ല. ഉസ്താദിന് എന്ത് വേണമെങ്കിലും പറയാം, നമ്മളൊന്നും അതെടുത്ത് വിമർശിക്കാൻ പാടില്ല എന്നതാണ്. വിഡിത്തങ്ങളും
വിവരക്കേടുകളും ഇത്തരം കമ്പിക്കഥകളുമൊക്കെ പബ്ലിക്കിൽ പറയുമ്പോൾ ചിന്തിക്കണം. ഇത് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനസമൂഹം മുമ്പിലുണ്ട്. നമ്മുടെ മതത്തിന്റെ കാരുണ്യം എന്താണ്, മാനവികത എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുവരെ ഉണ്ടാകത്തുള്ളൂ. നമ്മളുടെ ഈ അട്ടഹാസങ്ങളൊക്കെ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഇത് മാത്രമൊന്നും കേട്ടോ, ഒരുപാടുണ്ട്. ഇപ്പൊ ഒരു ഉസ്താദ് പറഞ്ഞല്ലോ, വ്യഭിചരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ചുംബിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പടച്ചോ നോക്കിയിരിക്കുകയാണല്ലോ. ഇത്തരം ആളുകളുടെ പ്രഭാഷണ ശകലങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. ഈ ഒരൊറ്റ ചിന്തയെ ഇവർക്കുള്ളൂ. ഈ ഒരു ഭോഗം ഭോഗേന ശാന്തി, ഇത് മാത്രമേ ഇവർക്ക് അറിയൂ. ഏത് പെണ്ണിനെ കണ്ടാലും ഇവൾ ഭോഗവസ്തുവാണ്. പ്രായം ഇവർക്കൊരു പ്രശ്നമല്ല, സ്ഥലം ഇവർക്ക് പ്രശ്നമല്ല. സ്ഥലകാലബോധമില്ലാതെ ആരോടും ഏത് രൂപത്തിലുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളും പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും യാതൊരു മടിയുമില്ല. ചെറിയ പ്രായം മുതലേ, മദ്രസ തലം മുതലേ ഇവർ പഠിച്ചു വരുന്നതാണ്. എന്നാൽ മതപരമായി സംസ്കാരം ലഭിച്ചിരിക്കുന്ന ഇവരോളം നല്ലവര് വേറെ ആരുമില്ല എന്നാണ് പൊതുവെ ഇവർ പറയാറുള്ളത്. മാരണത്തിലൂടെയാണോ നിന്റെ രസം, അതിലൂടെ അള്ളാഹു നിനക്കുള്ള സൗകര്യം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം, നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ടുപാടി നിന്നെ സന്തോഷിപ്പിക്കും. സംഗീത ഹറാമാണ്, അവിടെ കുഴപ്പമില്ല. സ്വർഗത്തിലെ പെണ്ണ്, ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ട്, സിനിമയിലെ പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരണങ്ങൾ വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം, അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. വകവാഇബ അത്റാബ, നല്ല മാരണമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ. എത്ര മാറിടത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടും ഉസ്താദിനങ്ങോട്ട് മതിയാകുന്നില്ല, തൃപ്തിയാകുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഇവര് മദ്രസകളിലും പഠിപ്പിക്കുക. പീരീഡ്സിനെ കുറിച്ച്, അതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് ചിലര് പറയാറില്ലേ, സ്പർശനം സുഖം, ദൃശ്യം സുഖം, ആ കാറ്റഗറിയിൽ പെട്ട ലവന്മാരാണ് ഇവന്മാര്. എത്ര പറഞ്ഞാലും വിവരിച്ചാലും ഇവർക്കങ്ങോട്ട് തൃപ്തി വരത്തേയില്ല. ഇവരുടെ വഷള് പരമ്പരകളിലൂടെ മാത്രമാണ് ഒരു കാലത്ത് എന്താണ് മതം എന്ന ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. മതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചിട്ടുള്ള ശിക്ഷ, രക്ഷ, സ്വർഗം, നരകം, ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞിരുന്നത് ഇവരുടെയൊക്കെ വഷളൻ പ്രഭാഷണങ്ങളിലൂടെയും. അതുപോലെ ഇവർക്ക് വേദി കൊടുക്കുന്ന ആളുകൾ ഇതൊക്കെ കേട്ട് സുഖിക്കുന്നുണ്ട് കേട്ടോ, നിക്കട്ടെ. പിന്നെ കഥാപ്രസംഗങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, അതിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കണ്ടിട്ടില്ലേ, ചില ചെറിയ പൈതലുകളെ ഒപ്പനപ്പാട്ടുകളാണ് എന്ന രൂപത്തിൽ വഷളത്തരങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ല ഇവർക്ക്. ഫ്രീ തിങ്കറ മെസ്സേജ് പിൻ ചെയ്യാൻ എന്നോട് പറഞ്ഞു തന്നല്ലേ. ഞാൻ പിൻ ചെയ്തിട്ടുണ്ടേ. അപ്പോ നോക്കണം, ഈ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ആദ്യ രാത്രിയെ കുറിച്ചും അവിടെ അന്ന് അവർ അനുഭവിക്കുന്ന അനുഭൂതികളെ കുറിച്ചുമൊക്കെ മാപ്പിളപ്പാട്ടുകളുടെ രൂപത്തിലും ഒപ്പനപ്പാട്ടുകളുടെ രൂപത്തിലുമാണ് ഇവർ പാടിയിരുന്നത്. കഴിഞ്ഞ ദിവസം വൈറലായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, അബ്ദുസമദ് സഖാഫി എന്ന് കാത്തിരിപ്പാണേ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ആളുകൾ ഏറ്റെടുത്തല്ലോ. എന്നിട്ട് റുഷ്തമോൾ പിന്നീട് അവരെ ന്യായീകരിച്ചുകൊണ്ട് ആ കുടുംബത്തിനേറ്റ ക്ഷതമുണ്ടല്ലോ, നഫീസുമ്മയുടെ കുടുംബത്തിനേറ്റത് ക്ഷതമല്ല, അത് പ്രശ്നമല്ല, അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ആ ഉസ്താദിനെ ന്യായീകരിച്ചും റുഷ്തമോളുടെ മനോവികാരത്തെ സംബന്ധിച്ചും സംസാരിച്ച് ഒരുപാട് ഉസ്താദുമാര് രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞില്ലേ, കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കും, ശരി, കേൾക്കാത്ത കിസ്സയോതി കേൾപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാട്ട്. ഇത് തന്നെയാണ് ഇവർക്ക് പറഞ്ഞ് ഒന്ന് സുഖിക്കണം. അപ്പോ നമ്മളിപ്പോ കേട്ടല്ലോ, ഇതുപോലെയുള്ള ഒരുപാട് ഉസ്താദുമാരുടെ വഷളുകൾ നമ്മൾ കേട്ടു. പക്ഷേ ഉസ്താദുമാരെ ഇതിന്റെ ഒന്നും പിന്നാലെ പോകാറില്ല. മറിച്ച് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ സന്തോഷിക്കുന്നുണ്ടോ, ഇനി ഭർത്താവ് ഉണ്ടെങ്കിലും ശരി, ഒരു പെണ്ണൊരു കൃഷിയിടം സന്തോഷിക്കുന്നുണ്ടോ, അവിടെ ഇവർ അരയും തലയും മുറുക്കി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും.
ഒരുപാടുണ്ട്, ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവരുടെ റീൽസ് ആണല്ലോ, അതിനകത്ത് മ്യൂസിക്കും ഒക്കെ ഉണ്ട്, നമ്മളെല്ലാവരും കേട്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇവരുടെ മതം തളരുന്നത് എന്ന് ഇവർക്ക് തന്നെ ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. അല്ല, നന്മ മരങ്ങളുടെ വീഡിയോ കോൾ